Conditions apply. Yes. തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ചില വാർത്തകളിലേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ തന്നെ ഈ ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് അറസ്റ്റുകളുടെ ഒരു ഘോഷയാത്രയായിരുന്നു. ഏറ്റവും ഒടുവിൽ CPM-ന്റെ ഏറ്റവും മുതിർന്ന നേതാവും ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റുമായിട്ടുള്ള A. പത്മകുമാർ വരെ എത്തി നിൽക്കുകയാണ്. ഇനി എപ്പോൾ വേണമെങ്കിലും കടകംപള്ളി സുരേന്ദ്രനിലേക്ക് SIT എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഘട്ടത്തിൽ K. ജയകുമാറിനെയൊക്കെ ഇറക്കി ഒരു മുഖം മിനുക്കൽ കലാപരിപാടി ദേവസ്വം ബോർഡിൽ നടക്കുകയാണ്. അതായത് ഇതുവരെ ദേവസ്വം ബോർഡ് ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ, പക്ഷേ ഇനിയും ഞങ്ങളെല്ലാം നേരെയാക്കാൻ പോകുകയാണ് എന്ന രീതിയിൽ ഒരു ധ്വനി ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഒരു പഴയ IAS ഉദ്യോഗസ്ഥനെ കൊണ്ടുവന്ന് അവിടെ കാര്യങ്ങൾ ഒന്ന് ശുദ്ധികലശം നടത്തുന്നു എന്ന രീതിയിലുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷേ വസ്തുത എന്താണ്? ഇപ്പോഴും അഴിമതിക്കാരായിട്ടുള്ള വില്ലന്മാർ ദേവസ്വം ബോർഡിനകത്ത് അങ്ങനെ ഇരിക്കുകയാണ്. അത് ശബരിമലയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ധാരാളം ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ച് ഭഗവാന്റെ സ്വത്തുക്കൾ സ്വന്തം വീട്ടിലും നാട്ടിലുമൊക്കെ കൊണ്ടുപോയി ഉപയോഗിച്ച് അങ്ങനെ വലിയ ആഡംബര മാളികകളൊക്കെ നിർമ്മിച്ച ധാരാളം അഴിമതിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോഴും ദേവസ്വം ബോർഡിനകത്തിരിക്കുന്നു. അവർക്കെതിരെ ഒരു ചെറു വിരൽ അനക്കാൻ ഇവർക്ക് കഴിയില്ല. കാരണം അതെല്ലാം ഈ സർക്കാർ സംവിധാനങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ശ്രീനന്ദയാണ് ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത്. ശ്രീനന്ദ, ഗുഡ് മോർണിംഗ്, നമസ്തേ. ഈ ദേവസ്വം ബോർഡിൽ ഒരു മുഖം മിനുക്കൽ കലാപരിപാടി ഇപ്പോൾ നടക്കുകയാണ്. ജയകുമാറിനെയൊക്കെ കൊണ്ടുവന്നു, ഇതാ ഞങ്ങളിപ്പോൾ എല്ലാം റെഡിയാക്കി തരാം എന്ന രീതിയിൽ ആളുകളെ പറ്റിക്കുന്ന ചില പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ വസ്തുത എന്ന് പറയുന്നത് ശ്രീനന്ദ ആ ഇൻട്രോയിൽ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ തന്നെയാണ്. ഇപ്പോഴും അഴിമതിക്കാരെല്ലാം അവിടെ തന്നെയുണ്ട്. അവരെ മാറ്റാൻ പറ്റില്ല. കാരണം ഈ സർക്കാരിൻ്റെയും CPM-ൻ്റെയും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ്. പറയൂ ശ്രീനന്ദ. വെരി ഗുഡ് മോർണിംഗ് ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പത്മകുമാറിന്റെ അറസ്റ്റ് അങ്ങനെ ഉന്നതരിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ ഇപ്പോൾ നിലവിലുള്ള ഇതിൽ നിൽക്കുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന കുറേ കാര്യങ്ങളെന്ന് പറയുന്നത് തികച്ചും സർക്കാരിൻ്റെ ആ ഒരു മുഖം മിനുക്കലിൻ്റെ ഒരു ഭാഗമായി തന്നെയാണ്. കാരണം ജയകുമാറിനെ അപ്പോയിന്റ് ചെയ്തതോടുകൂടി ദേവസ്വം ബോർഡിൽ മാറ്റങ്ങളൊക്കെ വരുത്തി എല്ലാം ശരിയായി എന്നൊക്കെ സർക്കാർ പറയുന്നുണ്ടെങ്കിൽ കൂടി ഒരു മുഖം മിനുക്കൽ പരിപാടിയാണ് അവിടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഒരു ഇരട്ടത്താപ്പ് വേണമെങ്കിൽ നമുക്കതങ്ങനെ പറയാവുന്നതാണ്. കാരണം ജയകുമാറിനെ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വരുമ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെയൊക്കെ മാറ്റേണ്ടെന്ന ഒരു രീതിയുണ്ട്. ആ രീതി ഇവിടെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ പേഴ്സണൽ സ്റ്റാഫുകൾ അംഗങ്ങൾ തന്നെയാണ് ഇപ്പോഴും ജയകുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായി തുടരുന്നത് എന്നുള്ളതാണ് വാസ്തവകരമായ കാര്യം. അത് മാറ്റണം, പേഴ്സണൽ സ്റ്റാഫുകളെ മാറ്റണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു അറിയിപ്പ് സർക്കാരിനും അതുപോലെ തന്നെ ഉന്നത അധികാരികൾക്കും ഒക്കെ തന്നെ നൽകിയിരുന്നു. എന്നാൽ ആ ഒരു നടപടി ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. പഴയ അംഗങ്ങൾ തന്നെയാണ് ഇപ്പോഴും ആ ഒരു നിലയിൽ അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ ഇപ്പോഴും തുടരുന്നത് ഈ പഴയ വ്യക്തികൾ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇവരെ മാറ്റാത്തതെന്നുള്ള ചോദ്യം ഉന്നയിക്കേണ്ടതുണ്ട്. കാരണം ഈ ഒരു സർക്കാരിന്റെ മുഖമിനുക്കൽ പരിപാടി നടത്തിയെങ്കിലും അതിനുശേഷം മറ്റുള്ളവരെ സർക്കാരിന്റെ ഈ ഒരു സ്വർണ്ണ കവർച്ചയിൽ പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ വിചാരിക്കുന്ന സാധാ വിശ്വാസികൾ വിചാരിക്കുന്ന ആൾക്കാരെ തന്നെ വീണ്ടും ഈ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ അല്ലെങ്കിൽ അംഗങ്ങളാക്കി എന്തിനാണ് തുടരുന്നത് എന്നൊരു കാര്യം കൂടിയാണ് സാധാരണ ജനങ്ങൾ ഉന്നയിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. എന്തായാലും ഈ സ്റ്റാഫുകളെ മാറ്റണമെന്ന് നിരവധി തവണ ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. അപ്പോൾ അദ്ദേഹത്തിന് കണക്കായിട്ടുള്ള അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ സർക്കാരിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥരെ ഡെപ്യൂട്ടേഷനിൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായി മാറ്റണം എന്നുള്ള നിർദ്ദേശം നൽകി. പക്ഷേ ആ നിർദ്ദേശം ഇത്രയും ദിവസമായിട്ടും പാലിക്കപ്പെട്ടിട്ടില്ല. ജയകുമാർ വന്നപ്പോൾ ഇവിടുത്തെ വിശ്വാസികൾക്കൊക്കെ ഒരു വിശ്വാസം വന്നു തുടങ്ങിയിരുന്നു. കാരണം ഒരു മാറ്റം ഉണ്ടാകുമെന്നുള്ളൊരു ഉറപ്പ് സാധാരണ ജനങ്ങളിലേക്ക് എത്തിയിരുന്നു. പക്ഷേ ആ ഉറപ്പ് എങ്ങും എത്തിയില്ല എന്നതിന്റെ തെളിവാണ് ഇപ്പോഴും ഈ കവർച്ച നടത്തിയതിൽ അതിൽ പങ്കുള്ള ആളുകൾ ഇതിൽ ഉള്ളതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും ഈ ഒരു കവർച്ചയിൽ നിരവധി പത്മകുമാറിലേക്ക് അറസ്റ്റ് എത്തി നിൽക്കുന്നു. ഇനി സർക്കാരിന്റെ ഉന്നതരിലേക്ക് ഈ ഒരു അറസ്റ്റ് അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ നീങ്ങുമോ എന്നുള്ള ഒരു ഭയമൊക്കെ സർക്കാരിന്റെ മുന്നിൽ ഉണ്ടെങ്കിലും അതൊന്നും പ്രകടിപ്പിക്കാത്ത രീതിയിൽ തങ്ങളൊന്നും ചെയ്തില്ല എന്ന മട്ടിലാണ് ഇപ്പോൾ സർക്കാരിന്റെ ഒരു പോക്ക് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ശ്രീനന്ദ. അതായത് ഇപ്പോഴും അഴിമതിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ആ ദേവസ്വം ബോർഡിലുണ്ട്. പല ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് സ്വർണ്ണ കവർച്ച ഉൾപ്പെടെ നടത്തിയിട്ടുള്ള ആളുകളാണ് പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ ഇരിക്കുന്നത്.
ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ SITയുടെ അന്വേഷണം നെഞ്ചിടിപ്പ് കൂട്ടുന്നുണ്ട് ഈ ഉദ്യോഗസ്ഥർക്കും. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ പ്രസിഡന്റിനാണെങ്കിലും പഴയ പ്രസിഡന്റുമാർക്കാണെങ്കിലും അതൊരു വസ്തുത തന്നെയാണ്. ഹൈക്കോടതിയുടെ ഇടപെടൽ മൂലമാണ് ഈ അന്വേഷണം ഈ ഘട്ടം വരെ ശരിയായി മുന്നോട്ട് പോകുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം മറ്റൊരു വാർത്ത കൂടി ശ്രീനന്ദയിൽ നിന്നും അറിയാനുള്ളത്, ഈ ജയറാമിൻ്റെ മൊഴിയെടുക്കുവാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തീരുമാനിച്ചതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം ഈ ദ്വാരപാലക ശില്പങ്ങൾ ഇളക്കി മാറ്റി അതിലെ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിൽ ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഉണ്ണികൃഷ്ണൻ പോറ്റി പൂജിക്കുന്നതിൻ്റെയൊക്കെ ചിത്രങ്ങൾ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചതാണ്. ഇപ്പോൾ ജയറാമിൻ്റെ സാക്ഷിയാക്കുക, ഒപ്പം ജയറാമിൻ്റെ മൊഴിയെടുക്കുക എന്നതാണോ SITയുടെ പുതിയ തീരുമാനം? ശ്രീനാഥ്. തീർച്ചയായിട്ടും ഗൗതം, SITയുടെ പുതിയ തീരുമാനം എന്ന് പറയുന്നത് ജയറാം കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു മാസങ്ങൾക്ക് മുന്നേ നമ്മൾ ആ ചിത്രങ്ങളൊക്കെ കണ്ടതാണ്. ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ആ ഒരു സ്വർണ്ണപ്പാളി പൂജിക്കുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു ആ ഒരു സ്വർണ്ണപ്പാളി അവിടെ നിന്ന് കൊണ്ടുപോയി ചെന്നൈയിൽ എത്തിച്ച് ആ ഒരു പൂജയൊക്കെ നടത്തിയിരുന്നത്. അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തെയും ഇതിലൊരു ചോദ്യം ചെയ്യൽ എന്നിങ്ങനെ പറയാൻ സാധിക്കില്ല. മൊഴിയെടുക്കുന്ന ഒരു തീരുമാനത്തിലേക്കാണ് SIT ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതിനുവേണ്ടി ജയറാമിൻ്റെ സമയം എപ്പോഴാണ് അദ്ദേഹം ഫ്രീ ആയിട്ടുള്ളത് ആ ഒരു സമയം അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മൊഴി കൂടി ഇതിൽ രേഖപ്പെടുത്തിയേക്കും. അദ്ദേഹത്തിന്റെ മൊഴി വരുമ്പോൾ അതും നിർണായകമാകും. കാരണം ഇതിൽ എന്തിനാണ് ഇങ്ങനെ ഒരു വ്യക്തിയുടെ വീട്ടിൽ കൊണ്ടുപോയി ഈ ഒരു പൂജ നടത്തിയത് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അന്ന് നമ്മൾ കണ്ട ആ ചിത്രങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു ഈ ഒരു പൂജ നടത്തിയെന്ന ഒരു കാര്യം മാത്രമാണ് നമ്മൾ കണ്ടത്. പക്ഷെ എന്തുകൊണ്ടാണ് ആ ജയറാമിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആ ഒരു പൂജ നടത്തിയത്, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത ഇതുവരെയും ഉണ്ടായിട്ടില്ല. ആ വ്യക്തത ഒക്കെ ഉണ്ടാകാൻ വേണ്ടി കൂടിയാണ് ഇപ്പോൾ ഈ ഒരു മൊഴിയെടുക്കുന്നതിന് വേണ്ടി SIT സമയം ചോദിച്ചിരിക്കുന്നത്. എന്തായാലും ജയറാമിന്റെ മൊഴി ഉടൻ തന്നെ രേഖപ്പെടുത്തിയേക്കാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് ഈ ഒരു സ്വർണ്ണ കവർച്ച അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിന് കുറച്ചുകൂടി ഒരു വ്യക്തത വരുത്തുന്നതായിരിക്കും ഈ ഒരു മൊഴിയെടുപ്പിലൂടെ SIT സംഘം ഉദ്ദേശിക്കുന്നത്. ഗൗതം. യെസ്, ഓക്കെ ശ്രീനന്ദ. വളരെ പ്രധാനപ്പെട്ട രണ്ട് വാർത്തകളുമായിട്ടാണ് ശ്രീനന്ദ തിരുവനന്തപുരത്ത് നിന്നും രാവിലെ പുത്തൻപുലരിയിൽ ചേർത്തത്. ഏതായാലും ശബരിമലയിൽ ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട കേസിൽ ഇപ്പോൾ ജയറാമിൻ്റെ മൊഴിയെടുക്കാനും ജയറാമിനെ പ്രധാനപ്പെട്ട സാക്ഷിയാക്കാനും SIT തീരുമാനിച്ചിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസ് തുടക്കുന്ന ഘട്ടത്തിൽ തന്നെ അതിൽ വലിയൊരു വഴിത്തിരിവായത് ഈ ജയറാമിൻ്റെ വീട്ടിൽ ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി ഉണ്ണികൃഷ്ണൻ പോറ്റി പൂജിച്ചതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ്. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. അത് ഈ ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ടോ കട്ടിളപ്പാളിയുമായി ബന്ധപ്പെട്ടോ അല്ല. കാരണം ഈ പത്മകുമാറിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിനകത്ത് SIT ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഇതൊരു വലിയ ഗൂഢാലോചനയാണ്. അതായത് ഈ കട്ടിളപ്പാളിയോ ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയോ മാറ്റാനല്ല, അല്ലെങ്കിൽ അതുമാത്രം അടിച്ചു മാറ്റുക എന്നതായിരുന്നില്ല അജണ്ട. ധാരാളം സ്വർണം ശബരിമലയിൽ നിന്ന് പോയിട്ടുണ്ട് എന്നാണ് SIT ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്കറിയാം പത്മകുമാറിൻ്റെ മകനെയാണ് ഈ ജപമാലയും യോഗദണ്ഡിൻ്റെയും അറ്റകുറ്റപ്പണിക്കായി ഏൽപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ധാരാളം മറ്റു വിഷയങ്ങളിലേക്ക് കൂടി SITയുടെ അന്വേഷണം എത്തും. ആ ഘട്ടത്തിൽ ഒരുപക്ഷെ കേരളത്തിലെ CPMൻ്റെയൊക്കെ പല പ്രമുഖരും പൊങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്ക് കാത്തിരിക്കാം. ഹൈക്കോടതിയുടെ ഇടപെടലുണ്ട്. അതിനാൽ തന്നെ SIT അന്വേഷണം ശരിയായ ദിശയിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി വീണ്ടും നമ്മൾ ചില ദേശീയ വാർത്തകളിലേക്ക് പോകുകയാണ്. നമ്മുടെ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് ഭീകരവാദത്തെ പൂർണ്ണമായി അമർച്ച ചെയ്യുകയാണ് കേന്ദ്ര സർക്കാർ. നമുക്കറിയാം ഈ രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തെ വെല്ലുവിളിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭീകരതയാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരത. അതായത് മാവോയിസം, നക്സൽ എന്നൊക്കെയുള്ള വിവിധ പേരുകളിൽ അറിയപ്പെടുന്നത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരതയാണ്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അതിനെതിരെ തോക്കുകൾ ഏന്തിക്കൊണ്ടുള്ള ഒരു യുദ്ധമാണ് ഇവർ പ്രഖ്യാപിക്കുന്നത്. അതായത് ചൈന മോഡലിൽ നോർത്ത് കൊറിയയൊക്കെ പോലെ തെരഞ്ഞെടുപ്പൊന്നും ഇല്ലാത്ത ഒരു സമ്പൂർണ്ണമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം, അത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഈ പണി അവസാനിപ്പിച്ചോ എന്ന നിർദ്ദേശമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അടുത്ത വർഷം മാർച്ച് മാസം 31-ാം തീയതി നമ്മുടെ രാജ്യത്ത് നിന്നും കമ്മ്യൂണിസ്റ്റ് ഭീകരത ഇല്ലാണ്ടാക്കുമെന്ന് പറഞ്ഞത് ഭാരതത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. ഇപ്പോഴിതാ തെലങ്കാനയിൽ 37 കമ്മ്യൂണിസ്റ്റ് ഭീകരർ ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുന്നു എന്ന വാർത്ത ഈ പ്രഭാതത്തിൽ വരികയാണ്. നന്ദഗോപൻ ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. നന്ദൻ, ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദത്തെ പൂർണ്ണമായി അമർച്ച ചെയ്യുവാനുള്ള പ്രത്യേക ഓപ്പറേഷൻ നമ്മുടെ